അതെ, വേദന സഹിക്കാൻ വയ്യാത്ത രീതിയിൽ അങ്ങ് വീണേക്കണം. വിശ്വസിക്കോ? അറിയില്ല, ഇതൊക്കെ ഒരു സ്ഥിരം ക്ലീഷേ. ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഇപ്പോ. നമുക്കേ ഒന്ന് ശ്രമിച്ചു നോക്കാം. നിന്നെ അമ്മയും ദിവ്യടുത്തും കൂടെ ശരിക്കും കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ? എന്നാരാ പറഞ്ഞേ? എനിക്കറിയാത്തൊന്നുമല്ലല്ലോ. അതൊന്നും സാരമില്ല. ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊന്നും അമൃതീച്ചയോട് പറയാൻ നിൽക്കണ്ട. ചേച്ചിക്കത് വലിയ സങ്കടാവും. അപ്പേ കരഞ്ഞോ? അയ്യോ, മാമിയല്ലേ ഇത്? ആ വാ. ആകാശേ, ഒന്ന് ഓടി വായോ മോനെ. ആകാശേ, ആകാശേ, അഖില മോളെ, അയ്യോ ഓടി വായോ. അമ്മ, അമ്മ, അമ്മ എന്താ? പിന്നെ അത് പെട്ടെന്ന് നെഞ്ചുവരാന്ന് പറഞ്ഞ് കരച്ചിലോട് കരച്ചില്. ഈ കരച്ചിൽ കേട്ടാ ഞാൻ ഓടി വന്നേ. ഇപ്പൊ ഒരുപാട് നേരമായോ? ആ ഇപ്പോ ഇവിടെ അല്ല, ഇവിടെ അറ്റാക്കാന്ന് തോന്നുന്നേ. എന്റെ മക്കളെ ഇട്ടേച്ച് പോണോല്ലോ. ഒന്നുമില്ല. അച്ഛാ, അതെ, ആന്റിക്ക് സഹിക്കാൻ വയ്യാത്ത നെഞ്ചുവേദനാന്ന്. എന്താ പെട്ടെന്ന് വേദന വരാ? എന്താ അറ്റാക്കാ സഹദേവേട്ടാ? ഞാൻ എല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോകുമ്പോ അയ്യോ, എനിക്ക് ഇങ്ങനെ വരുത്തി വെച്ചല്ലോ. നോർമൽ അച്ഛാ? അല്ല, നോർമൽ ആവില്ല. ഞാൻ മരിച്ചു പോവും. എന്റെ ആത്മാവ് പുറപ്പെടാൻ പോകുന്നേ. അയ്യോ, അയ്യോ മോളെ. നമുക്ക് ആശുപത്രി കൊണ്ടുപോടാ. ആകാശ് ശ്വാസം പോയെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അയ്യോ ആന്റി, വണ്ടി എടുക്കണം. അടവാച്ച. ഒരു കാർ എടുക്ക. ആകാശ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ. അതെ, അറ്റാക്ക് ആണെങ്കിൽ അമ്മ ഹോസ്പിറ്റലിൽ എത്തണ എന്തെങ്കിലും സംഭവിച്ചാലോ? ആദ്യം നെഞ്ചിരിപ്പുണ്ടോ നോക്ക്. അയ്യോ ഇല്ല, നെഞ്ചിരിപ്പില്ല ആകാശേ. അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇടിക്കാടാ. ഞാൻ ഇടിക്കാം. അയ്യോ അതിന്റെ ആവശ്യമില്ല. വേണം, ഇല്ലെങ്കിൽ ഹൃദയം നിലച്ചു. എന്നാ ഇടിക്ക്. അല്ല അത് അഖിലിടിക്കും. CPR കൊടുക്കാനൊക്കെ ആനക്ക് അഖിലേ. അയ്യോ വേണ്ട, ഇടിക്കഖിലേ. എന്റെ അമ്മയെ രക്ഷിക്കടി. കൈ ചുരുട്ടി ഇടിക്കടി. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.